എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ അബ്സോർബന്റ് Poppy's Diapers. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. മുസ്ലിം ലീഗ് വേദിയിൽ ക്ഷണിതാവായി PV അൻവർ. പോത്തുകൽ പൂളപ്പാടത്ത് പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച 10 വീടുകളുടെ താക്കോൽദാന ചടങ്ങിലാണ് മുൻ MLA കൂടിയായ PV അൻവർ നേതാക്കൾക്കൊപ്പം പങ്കെടുത്തത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി എന്നിവർക്ക് അരികിൽ മുൻനിരയിലാണ് മുൻ MLA ആയ PV അൻവറിന് ലീഗ് ഇരിപ്പിടം ഒരുക്കിയത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF മലയോര സമര പ്രചരണ ജാഥയ്ക്ക് നാളെ എടക്കരയിൽ നൽകുന്ന സ്വീകരണ യോഗത്തിലേക്കും അൻവറിനെ ക്ഷണിച്ചിട്ടുണ്ട്. PV അൻവറിനെ ഒപ്പം നിർത്തി മുന്നോട്ടു പോകാനാണ് UDF തീരുമാനമെന്ന സൂചന തന്നെയാണ് UDF-ലെ പ്രധാന കക്ഷികളിൽ ഒന്നായ മുസ്ലിം ലീഗിന്റെ വേദിയിലുള്ള PV അൻവറിന്റെ സാന്നിധ്യം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ദേശീയ നേതാക്കൾ പങ്കെടുത്ത വേദിയിലാണ് മുസ്ലിം ലീഗ് അൻവറിന് മുൻനിരയിൽ ഇരിപ്പിടം നൽകിയത്. VD സതീശൻ നയിക്കുന്ന മലയോര സമര ജാഥയ്ക്കുള്ള സ്വീകരണ യോഗത്തിലും അൻവറിന് മുൻനിരയിൽ തന്നെ ഇടം നൽകുമെന്നാണ് UDF നേതാക്കൾ നൽകുന്ന സൂചന. UDF മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിലേക്ക് അൻവറിന് ക്ഷണം ലഭിച്ചത് അൻവർ UDF-ന്റെ ഭാഗമാകുമെന്ന സൂചനയാണ് നൽകുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഏതു സമയവും നടക്കാമെന്ന സാഹചര്യം നിലനിൽക്കെ അൻവറിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് UDF. അതിനാൽ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ താൽപര്യപ്പെടുന്ന സ്ഥാനാർത്ഥിക്കാവും കോൺഗ്രസ് നേതൃത്വം പച്ചക്കൊടി കാണിക്കുക. 2016-ൽ നഷ്ടമായ നിലമ്പൂർ മണ്ഡലം വൻ ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കുകയാണ് UDF-ന്റെ ലക്ഷ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമാകുമെന്നും UDF വിലയിരുത്തുന്നു. DCC പ്രസിഡന്റ് VS ജോയ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് PV അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്നും എന്നാൽ വിജയ സാധ്യത പറയാൻ കഴിയില്ലെന്നുമായിരുന്നു അൻവറിന്റെ നിലപാട്. നിലമ്പൂർ സീറ്റിനായി DCC പ്രസിഡന്റ് VS ജോയിയും KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തും സജീവമായി രംഗത്തുണ്ട്. നിലമ്പൂർ മേഖലയിൽ ഉൾപ്പെടെ വന്യമൃഗശല്യം അതിരൂക്ഷമായിരിക്കെ മലയോര മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിക്ക് മുൻഗണന നൽകാനും സാധ്യതയുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായതോടെ PV അൻവർ UDF-ന്റെ ഭാഗമാകാനുള്ള സാധ്യത ഇതോടെ വർദ്ധിക്കുകയാണ്. ഇവിടെ നമ്മൾക്കറിയാം, കേരളത്തിലെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അന്നും ഇന്നും നേതൃത്വം നൽകി മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന രാഷ്ട്രീയ പ്രവർത്തനം തീർത്തും ഒരു സാമൂഹിക പ്രവർത്തനമായി ചില ഘട്ടങ്ങളിൽ മാറ്റി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ്. അതോടൊപ്പം അതിന് താങ്ങും തണലും നെടുന്തൂണുമായി നിൽക്കുന്ന KMCC എന്നൊക്കെ നമുക്കറിയാം. ഞാനങ്ങോട്ട് കയറി വരുമ്പം ഗേറ്റ് വിടുന്ന പത്രക്കാർ ചോദിച്ചു, എന്താണ് ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ടാണോ വരുന്നത്? അപ്പോൾ അവരുടെ വിചാരം ഞാൻ ഈ പരിപാടികളിലൊന്നും പങ്കെടുക്കില്ലെന്ന്. ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ ഈ മണ്ഡലത്തിൽ കൊടുത്ത, ഈ പഞ്ചായത്തിൽ കൊടുത്ത 2-3 വീടിൻ്റെ പരിപാടിയിൽ MLA എന്ന നിലക്ക് അന്ന് ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. ഇവിടെ വഹാബ്ക്ക് അവിടെ ഉണ്ട്, ബാക്കിൽ നമ്മുടെ ഇസ്മായിൽ മൂത്തയുടെ ഇരിക്കുന്നുണ്ട്. സാമൂഹികവുമായി ബന്ധപ്പെട്ട ജീവകാരുണ്യവുമായി ബന്ധപ്പെട്ട സകലമാന പ്രവർത്തനങ്ങളിലും അന്നും ഇന്നും എൻ്റെ വ്യക്തിപരമായ നിലപാട് ഇത് തന്നെയാണ്, നന്മയോടൊപ്പം നിൽക്കുക എന്നതാണ്. അത് എ+ വിഷൻ നിലമ്പൂർ. ഓ മൈ ഗോഡ്, വാവേ ഒരു മിനിറ്റ്. Super absorbent Poppy's Diapers.